കോതമംഗലം വടാട്ടുപാറ പലവൻപടി പുഴയിൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു. തിരുവല്ല സ്വദേശി ബിയോൺ, തിരുവനന്തപുരം സ്വദേശി ഹരീഷ്, കോട്ടയം സ്വദേശി അതുൽ എന്നിവരാണ് മരിച്ചത്. കോതമംഗലം മാർ ബസേലിയോസ് ദന്തൽ കോളേജിലെ വിദ്യാർത്ഥികളാണ്. കുട്ടമ്പുഴ പഞ്ചായത്തിൽ വടാട്ടുപാറയിൽ പലവമ്പുഴ ഭാഗത്താണ് ഇപ്പോൾ ഇന്ന് കോതമംഗലത്ത് ബസേലിയോസ് ദന്തൽ കോളേജിൽ നിന്ന് വന്ന 9 അംഗ വിദ്യാർത്ഥികൾ, അതിൽ 3 പേരാണ് ഇന്ന് വടാട്ടുപാറ പലവമ്പുഴയിൽ പോയത്. ഒരാൾ വെള്ളത്തിലേക്ക് പോകുന്നത് കണ്ട് രക്ഷിക്കാനായിട്ട് 2 പേര് കയറി പിടിച്ചതാണ്. അങ്ങനെയാണ് 3 പേര് വെള്ളത്തിൽ പോയിട്ടുള്ളത്. ഇപ്പോൾ 20ഓളം ആളുകൾ ഈ പലവമ്പുഴയിൽ ഇവിടെ വെള്ളത്തിൽ പോയി മരിച്ചിട്ടുള്ള സാഹചര്യമുണ്ട്. നിരവധി അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലകളെയാണ്. പക്ഷേ ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് നിരവധി ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. പക്ഷേ നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പുഴയിൽ പോകരുത്, അപകടമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് നിരവധി ബോർഡുകൾ വെച്ചിട്ടുണ്ടെങ്കിലും പല ആളുകളും വന്ന് ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ അത് ശ്രദ്ധിക്കാതെ വെള്ളത്തിൽ പോകുന്ന, അവിടെ വെള്ളത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫോറസ്റ്റിൻ്റെ അധീനതയിലുള്ള മേഖലയാണ്. ഫോറസ്റ്റ് അധികാരികളുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനോടുള്ള കർശന നടപടികൾ, മറ്റേ വെള്ളത്തിൽ പോകാതിരിക്കാൻ തക്കവണ്ണമുള്ള നടപടികൾ സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ബന്ധപ്പെട്ട് അധികാരികളെ ബന്ധപ്പെട്ട് പരിഹരിക്കുന്നതിന് നേതൃത്വം കൊടുക്കും. ഇനിയാണെങ്കിലും ഇവിടെ വരുന്നവർ ടൂറിസ്റ്റുകൾ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാനുള്ള ശ്രമം ഉണ്ടാകണം. ഈ നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാവരും കൂടിയിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളെ ഇവിടുന്ന് എടുത്ത് ഇപ്പോൾ കോതമംഗലം ബസേലിയോസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. മുഹമ്മദ് സ്വാലിഹ് വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സ്വാലിഹ്, നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെയും നല്ല വെള്ളമുണ്ട്. അപ്പോൾ വേനൽക്കാലത്തും ഒരു അപകടക്കയമാകുന്നൊരു ഇടമാണോ അത്? എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികൾ മരിക്കാനിടയായത്? എന്താണ് സംഭവിച്ചത്? വിനിഷ, ഇന്ന് ഉച്ചയ്ക്ക് 1:30 കൂടിയാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്. കോതമംഗലം ബസേലിയോസ് ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ 9 പേരാണ് ഈ പുഴയിലേക്ക് ഇവിടേക്ക് കുളിക്കാനായി എത്തിയിരുന്നത്. ഇതിൽ ഒരാൾ പുഴയിൽ അകപ്പെടുകയും തുടർന്ന് മറ്റു 2 പേർ ഈ പുഴയിൽ അകപ്പെട്ടയാളെ രക്ഷിക്കാനായി ഇറങ്ങുകയുമായിരുന്നു. ഇവരാണ്, ഈ 3 പേരാണ് ഇപ്പോൾ മുങ്ങി മരിച്ചിരിക്കുന്നത്. തിരുവല്ല സ്വദേശിയായ ബിയോൺ, തിരുവനന്തപുരം സ്വദേശിയായ ഹരീഷ്, കോട്ടയം സ്വദേശി അതുൽ എന്നിവരാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരിച്ചത്. ഈ ഇടം എന്ന് പറയുന്നത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന പ്രദേശമാണ് എന്ന് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നുണ്ട്. ഭൂതത്താൻകെട്ട് അണക്കെട്ടിന് താഴെയുള്ള പ്രദേശമാണ്. ഭൂതത്താൻകെട്ട് അണക്കെട്ടിൽ നിന്ന് വൈദ്യുതി നിർമ്മിച്ച ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഈ പുഴയിലേക്ക് എത്തുന്നത്. വലിയ തോതിൽ അപകടമുള്ള പ്രദേശമാണ്. ധാരാളം ബോർഡുകൾ ഈ പ്രദേശത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആരും പലരും ഇത് മറികടന്ന്, ഈ ബോർഡുകളുടെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ മറികടന്ന് ഇവിടേക്ക് എത്തുന്നതാണ് അപകടത്തിന് കാരണമാകുന്നത് എന്ന് ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളോട് ധാരാളമായി ഇവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. മറ്റൊന്നുള്ളത്, ഈ പ്രദേശം എന്ന് പറയുന്നത് വലിയ തോതിൽ ഒറ്റപ്പെട്ട പ്രദേശമാണ്. നഗരമധ്യത്തിൽ നിന്ന് ഏറെ മാറിയുള്ള പ്രദേശമാണ്. കാടിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഈ പ്രദേശത്താണ് അപകടമുണ്ടായത്. മാത്രമല്ല, ഈ പ്രദേശത്ത് നിന്ന് ഈ വിവരങ്ങൾ പുറത്തറിയാൻ ധാരാളം സമയമെടുക്കും. മൊബൈലിനടക്കം കവറേജ് ലഭ്യമല്ലാത്ത പ്രദേശമാണ്. ഇതെല്ലാമാണ് ഈ അപകടത്തിന്റെ തീവ്രത കൂട്ടിയത്. വിനീഷ. ശരി, സാലിഹ് മുഹമ്മദാണ് വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവച്ചത്.